بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. വേദിയിലുള്ള കാരണവന്മാരെ, ഉസ്താദുമാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ മജ്‌ലിസ് ആരംഭിക്കുന്നു. ഷെയ്ഖുന സയ്യിദ് അലി ഉസ്താദിൻ്റെ 33ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇന്നലെ തുടക്കം കുറിച്ച് നാളെ അവസാനിക്കുന്നത്. ഉസ്താദിനെ പറ്റിയുള്ള ഓർമ്മകളും അനുഭവങ്ങളും അവിടുത്തെ ജീവിതവും പങ്കുവച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, അൽ ഉലമാഉ അഹ്യാഉൻ ബഅദ മൗതിഹിം, മഹാന്മാരൊക്കെ പഠിപ്പിച്ചു, പണ്ഡിതന്മാർ അവരുടെ മരണത്തിനു ശേഷവും ജീവിച്ചിരിക്കുന്നവരാണ്. സാങ്കേതികമായി മരിക്കുന്നു എന്നതിനപ്പുറം ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ ബാക്കി വെച്ച് അന്ത്യനാൾ വരെ ജീവിക്കുന്നവരാണ് ആലിമീങ്ങൾ. മറ്റുള്ള ആർക്കും ലഭിക്കാത്ത വലിയ ഒരു വിശേഷണം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ പറ്റി പറയുമ്പോൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിനു വേണ്ടി സമർപ്പിച്ചു. ഖലമുൽ ആലിമി അഫ്ളലു മിൻ ദമിശ് ഷഹീദ്, രക്തസാക്ഷിയുടെ ചോരത്തുള്ളികളേക്കാൾ മഹത്വമാണ് ഒരു ആലിമിന്റെ മഷിത്തുള്ളിക്ക് എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു പണ്ഡിതന്റെ മഷിയിൽ നിന്ന് നിർഗളിക്കുന്ന, പേനയിൽ നിന്ന് നിർഗളിക്കുന്ന മഷിത്തുള്ളിക്ക് അന്ത്യനാൾ വരെ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താനുള്ള ഇന്ധനമുണ്ട്, ശക്തിയുണ്ട് എന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിത വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സലാം സഖാഫി സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്താണ് 1993 ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നത്. വൈകുന്നേരം നടന്ന, അങ്ങാടിയിൽ നടന്ന ഉസ്താദ് ഓർമ്മകൾ എന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട കോയ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചില പാരസ്പര്യങ്ങൾ, ചില സന്ദേശങ്ങളാണ്. അഥവാ ഉസ്താദിന്റെ ജനനവും വിടവാങ്ങലും ഇന്ന് റജബ് 6 ആണ്. ഈ റജബ് 6-നാണ് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ചേർത്തു വെച്ച് വായിക്കാനും പങ്കുവെക്കാനും നമുക്ക് പാഠമാകാനുമുണ്ട്. ഹിജ്റ വർഷം 1333 ഒരു റബീഉൽ അവ്വൽ 12-നാണ് ഉസ്താദ് ജനിക്കുന്നത്.
പറയേണ്ടതില്ല മൗലിദു ഖൈരിൽ ബരിയത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ സൃഷ്ടി ശ്രേഷ്ഠരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് ധന്യമായ റബീഉൽ അവ്വൽ മാസം എന്നതോടൊപ്പം തന്നെ ആ ദിനവും ഉസ്താദിന്റെ ജനനത്തിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തു. ഉസ്താദിന്റെ വഫാത്ത് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി സഞ്ചരിയിൽ അജ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അജ്മീർ ഖാജ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് റജബ് 6-നാണ്. അതേ 6-നാണ് ഉസ്താദും വിട പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു തിങ്കളാഴ്ചയായിരുന്നുവെങ്കിൽ ഉസ്താദ് അവറുകളും വിട പറഞ്ഞത് ഒരു തിങ്കളാഴ്ചയാണ്. ഈ ഒത്തുചേരലുകൾ നമുക്ക് ചില സന്ദേശങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിജ്ഞാനം കൊണ്ട് ഇൽമു കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ മഹാന്മാർ, ആ മഹാന്മാരുടെ മഹത്വം അവർക്കേ അറിയൂ. മഹാനായ ശൈഖ് ഹിബത്തുല്ലാഹിൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ചാവക്കാട് ബുഖാറ സാദാത്തുക്കളുടെ അന്ത്യവിശ്രമ സങ്കേതത്തിൽ അന്തിയുറങ്ങുന്ന വലിയ മഹാനാണ് സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളുടെ ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാണ് ഹിബത്തുല്ലാഹിൽ ഖാദിരി തങ്ങൾ. വളരെ ചെറുപ്പത്തിൽ ഹിബത്തുല്ലാ തങ്ങൾ അടുക്കൽ പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ യോഗ്യതയുള്ള കേരളത്തിലെ ഖാദിരിയ ത്വരീഖത്തിന്റെ ഖലീഫയായിരുന്ന മഹാനായ ഹിബത്തുല്ലാഹിൽ ഖാദിരി തങ്ങൾ ഉസ്താദിനെ പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് ആലിം. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ്യു വലാ യഅരിഫുൽ ആലിമ ഇല്ലൽ ആലിം. യഥാർത്ഥത്തിൽ ഒരു വലിയനെ അളക്കാനുള്ള മാനദണ്ഡം അതൊരു വലിയനെ അറിയൂ. ഒരു വലിയനെ സംബന്ധിച്ച് ഒരാൾ വലിയാണെന്ന് ലോകത്തോട് പറയേണ്ടത് മറ്റൊരു വലിയാണ്. ഒരു യഥാർത്ഥ ആലിമിനെ അറിയാൻ കഴിയുക യഥാർത്ഥ ആലിമിനു മാത്രമാണ്. മഹാനായ ഉസ്താദ് അവറുകൾ, ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ ജീവിതത്തിന്റെ ജനനവും വഫാത്തും ആ പാരസ്പര്യം നമുക്ക് ചില സന്ദേശങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ആണ്ട് നേർച്ച ഓരോ വർഷവും വിപുലമാകുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല, അള്ളാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. അത് വിപുലപ്പെടുന്നതോടുകൂടെ ദീന് ശക്തിപ്പെടും, ഇൽമ് ഹയാത്താകും. ഉസ്താദിന്റെ സ്മരണകൾ എന്ന് പറഞ്ഞാൽ ആ ഓർമ്മകൾ ഇൽമുകളാണ്. അത് ഇൽമിന്റെ വ്യത്യസ്തങ്ങളായ വഴികളായി, കവാടങ്ങളായി ഈ സമൂഹത്തിൽ പ്രസരണം ചെയ്യപ്പെടും. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, മഹാനായ ഉസ്താദ് അവറുകൾ റജബ് 6-ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു ദിവസം, റജബ് 6-ന് വിട പറഞ്ഞു, റജബ് 7-ന് മറവ് ചെയ്യപ്പെട്ടു. അന്ന് തടിച്ചുകൂടിയ ജനങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, സാധാരണക്കാർ, മുതഅല്ലിമുകൾ, ഉമറാക്കൾ തടിച്ചുകൂടിയത് ഉസ്താദിന്റെ മഹത്വം, അവിടുത്തെ ഖദർ മനസ്സിലാക്കിയിട്ടാണ്. ഉസ്താദ് അവർകൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ തഹ്ഖീഖാക്കി പഠിക്കുക എന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഉസ്താദിന് സിറാജുൽ മുഹഖ്ഖീൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. സിറാജുൽ മുഹഖ്ഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മുഹഖ്ഖീങ്ങളുടെ കെടാവിളക്ക്. മുഹഖ്ഖീങ്ങളുടെ കെടാവിളക്ക്. ഒരാൾ മുഹഖ്ഖീഖാകുന്നത് എപ്പോഴാണ്? പരിശുദ്ധമായ ദീനിന്റെ മസ്അലകളിൽ പ്രാമാണികമായി, ഖണ്ഡിതമായി, ജാമിഉം മാനിഉമായി, തഹ്ഖീഖോടെ, വളരെ ശക്തമായ ഉറപ്പോടെ ഫത്വ കൊടുക്കാനും പറയാനും യോഗ്യനായിരിക്കുക എന്നതാണ് മുഹഖ്ഖിഖ്.
ഒരു മുഹഖിഖ് ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ അതിൽ ഒരു കരടും കലർപ്പുമില്ല, മറ്റൊന്നാലോചിക്കാനില്ലാത്ത വിധം അങ്ങനെയാണത്. അങ്ങനത്തെയുള്ള നിരവധി മുഹഖിഖുകളുടെ വെളിച്ചമായി, വിളക്കായി, അവർക്ക് വെളിച്ചം പകരുന്ന വിളക്കുമാടമായി പ്രശോഭിച്ച വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ. സഹോദരങ്ങളെ, 82 വയസ്സാണ് ജീവിച്ചത്. ആ ജീവിതകാലം അത്രയും ഉസ്താദിന്റെ പഠനകാലവും അധ്യാപനകാലവും നാം പരിശോധിക്കുമ്പോൾ മുന്നിലും പിന്നിലും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെയാണ്. വലിയ വലിയ മഹാന്മാർ. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുകയല്ല. ഉസ്താദ് കിതാബോധി പഠിക്കുന്ന കാലം മണലിപ്പുഴക്കാരനായിരുന്നു. വെള്ളിയാമ്പുറത്തേക്ക് വന്നു. പഠനകാലം സഹോദരങ്ങളെ, വലിയ തഹഖീഖുള്ള ഉലമാഇൽ നിന്ന് കിതാബോധി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. അവരാരൊക്കെയായിരുന്നു? മഹാന്മാരായ വലിയ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരിൽ നിന്ന് കിതാബോധി പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി വലിയ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഒരു കാലത്ത് ആലിമീങ്ങളുടെ തഹഖീഖുള്ള ആലിമീങ്ങൾ ഒത്തുചേരുന്ന വലിയ ഒരു സന്നിധിയായിരുന്നു ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ദർസ്. പ്രധാനമായും ഉസ്താദിന്റെ ജീവിതം താനൂരുമായി ബന്ധപ്പെട്ടതാണ്. അധ്യാപനവും പഠനവുമായി 25 കൊല്ലത്തോളം താനൂരിലായിരുന്നു ഉസ്താദിന്റെ ജീവിതം. ആ താനൂരിലെ ജീവിതകാലത്ത് ഉസ്താദിന് ഒരുപാട് സംഭവങ്ങൾ അനുസ്മരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വഫാത്ത് വരെ താനൂരുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഖാദിയായിരിക്കുമ്പോഴും താനൂരിലെ ഖാദി മാസം ഉറപ്പിച്ചാൽ അവിടേക്ക് ഉസ്താദ് ആളെ പറഞ്ഞയക്കും. താനൂരിലെ ഖാദി എന്താ തീരുമാനിച്ചത്? ഇവിടുന്ന് പ്രതിനിധികളെ പറഞ്ഞയക്കലായിരുന്നു. വിവാദമുണ്ടാകുമ്പോഴും അല്ലാത്തപ്പോഴും ഉസ്താദിന്റെ നിലപാടെങ്ങനെയായിരുന്നു? ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഉസ്താദിന് കൃത്യമായ ഒരു നിലപാടും ഒരു രീതിയും ഉണ്ടായിരുന്നു. താനൂര് വലിയ കുളങ്ങര പള്ളിയിലും താനൂര് സാഹിബിന്റെ പള്ളിയിലുമായി 25 വർഷത്തോളം ഉസ്താദ് ജീവിച്ചു. അതിൽ 10 വർഷത്തിലധികം അധ്യാപനമായിരുന്നു. അതുപോലെ തന്നെ പഠനവുമായിരുന്നു. അന്നൊക്കെയുള്ള സാഹചര്യം ഇന്നത്തെ പോലെ ഒരു സൗകര്യവുമില്ല. കാലത്തിന്റെ മാറ്റമാണ്. അത് നമ്മൾ അന്നത്തെയും ഇന്നത്തെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഉപയോഗിക്കേണ്ടതില്ല. കാലം മാറുന്നതിനനുസരിച്ച് അതാതു കാലങ്ങളിൽ ജീവിക്കുന്ന സമൂഹത്തിനും മാറ്റങ്ങളുണ്ടാകും. മഹാന്മാരായ പണ്ഡിതന്മാർ സുഹുദിനെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എന്താണ് സുഹദ്? സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിദീങ്ങൾ, സുഹാദ്. ഇസ്ലാമിന്റെ ആത്മീയ മേഖലയിൽ എപ്പോഴും പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് സുഹദ്, സാഹിദ്, സുഹാദ് എന്നൊക്കെ. അഥവാ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ത്യജിക്കുക എന്നുള്ളതാണ്. ദുന്യാവിനെ ഉപേക്ഷിക്കുക, പരിത്യാഗി, അതാണ് സാഹിദ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, നീ സുഹദ് സ്വീകരിച്ചോ. യഥാർത്ഥത്തിൽ എന്താണ് സുഹദ്? നിന്റെ ഹൃദയം സമ്പത്തിനോട് ബന്ധിതമാവാതിരിക്കലാണ്. യഥാർത്ഥത്തിൽ സുഹദ് എന്ന് പറഞ്ഞാൽ നിന്റെ കൽബിന് എപ്പോഴും പണം, പണം, ദുന്യാവ് എന്ന ആഗ്രഹവും ആർത്തിയും ആസക്തിയും ഇല്ലാതിരിക്കലാണ്. ഒരിക്കലും സമ്പത്ത് ഇല്ലാതിരിക്കലല്ല. സമ്പത്തില്ലാതിരിക്കലല്ല സുഹദ്. സമ്പത്ത് വേണം. സമ്പത്ത് ഉണ്ടാക്കൽ, ഹലാലായ വഴിയിലൂടെ സാമ്പത്തിക വഴി തേടൽ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഏറ്റവും നല്ല ഒരു ഇബാദത്താണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഹലാലായ വഴിയിലൂടെ
സ്വന്തത്തിനു ജീവിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ കൂടി വഴി തേടൽ, അത് വലിയൊരു ഇബാദത്താണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പഴയകാലത്തെ മഹാന്മാരായ ആലിമീങ്ങളിൽ പലരെയും പരിശോധിച്ചാൽ അവരുടെ ജീവിതം കൊണ്ട് അവർ കച്ചവടം നടത്തി. മഹാനായ ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൻ നുഅ്മാനുൽ കൂഫി റളിയല്ലാഹു അൻഹു, ആരായിരുന്നു അവർ? ഇന്നും ലോകത്തെ കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വമായി വിരാജിക്കുന്ന ഇമാമുൽ ആളം അബൂ ഹനീഫ, ഹനഫി മദ്ഹബിന്റെ സ്ഥാപകരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവിടുന്ന് വലിയ കച്ചവടക്കാരനായിരുന്നു. ആ കച്ചവടം എന്തിനായിരുന്നു നടത്തിയിരുന്നത്? കച്ചവടം ചെയ്തു ലഭിക്കുന്ന ലാഭമത്രയും അന്നത്തെ പാവപ്പെട്ട ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും പങ്കുവെച്ച് അവരെ സജീവമാക്കാൻ വേണ്ടി ജീവിതത്തെ ഇൽമിന്റെ വഴിയോടൊപ്പം കച്ചവടത്തിന്റെ വഴിയിലേക്കും വിനിയോഗിച്ച മഹാനായിരുന്നു ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് മരക്കച്ചവടം നടത്തിയ കഥ നമുക്കറിയാം. പല പണ്ഡിതന്മാരുടെയും ജീവിതങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ അത് വിശദീകരിക്കുകയല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സുഹുദ് എന്ന് പറഞ്ഞാൽ ലാ ഫഖദുൽ ലഹു, സ്വത്ത് ഇല്ലാതിരിക്കലല്ല, സമ്പത്ത് ഇല്ലാതിരിക്കലല്ല. ഇത് മനസ്സിലാക്കിയാൽ തഖു അഖലാ, അപ്പോഴാണ് നീ നല്ല ഉഷാറുള്ള ബുദ്ധിയുള്ള ആളാകുന്നത്. അതാണ് സുഹുദ്. ഈ സുഹുദ് മഹാന്മാരൊക്കെ സ്വീകരിച്ചവരായിരുന്നു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ശൈഖുനാ സയ്യിദ് അലി ഉസ്താദ്, അവരുടെ ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇൽമിനോട് വല്ലാത്ത ആഗ്രഹം, നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഇൽമു നിറക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ മുശറഹായ കുത്തുബുകൾ, മശ്റൂഹത്തായ കിതാബുകൾ, അതൊക്കെയും നമ്മോട് വിളിച്ചു പറയുന്ന സത്യം എന്താണ്? രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തു. ഒരു കാലത്ത് മഷിക്കുപ്പിയും കലമുമായിരുന്നു മഹാന്മാരായ ആലിമീങ്ങളുടെ ലോകം. അന്ന് കിതാബ് കണ്ടെത്താനും, ഒരാളുടെ കയ്യിൽ കിതാബുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. കിതാബ് വളരെ ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടം. താനൂര് വലിയകുളങ്ങര പള്ളിയിലായിരുന്നു റൗള ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം പല ഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ട് വരും. ആ റൗളക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. വലിയകുളങ്ങര പള്ളിയിലായിരുന്നു കിതാബുകൾ കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഒരുപാട് പണ്ഡിതന്മാരുടെ സങ്കേതമായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, കരിങ്കപ്പാറ ഉസ്താദ്, ഓമച്ചപ്പുഴ മൂലിയരുപ്പാപ്പ, സയ്യിദ് അലി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ആലിമീങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു. ഇൽമിന്റെ കേന്ദ്രമായിരുന്നു താനൂര്. കേരളീയ മുസ്ലിം ചരിത്രത്തിൽ തന്നെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, കേരളത്തിലെ ദർസിന്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ദർസ് തുടങ്ങിയത് താനൂരാ. കോഴിക്കോട് റമദാൻ ശാലിയത്തിയുടെ ദർസ് ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെയും കാലങ്ങൾക്ക് മുമ്പ് താനൂരിലാണ് ആദ്യമായി ദർസ് തുടങ്ങിയത്. ഇതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. താനൂര് സാഹിബിന്റെ പള്ളിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പങ്കുവെക്കും, ഉസ്താദിന്റെ കാര്യങ്ങൾ പങ്കുവെക്കും. കാരണം 8-9 കൊല്ലം താനൂര് സാഹിബിന്റെ പള്ളിയിലുണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാരനെ പോലെയായിരുന്നു ഉസ്താദ് അവറുകൾ. അപ്പൊ അന്ന് അവിടെ പള്ളിയിൽ കക്കൂസില്ല. എന്ത് ചെയ്തിരുന്നത്? സാഹിബിന്റെ പള്ളി റോഡിന്റെ ഒരു ഓരത്താണ്, അപ്പുറത്തൊരു പറമ്പുണ്ട്. ഉസ്താദ് ബക്കറ്റും വെള്ളവും പിടിച്ച് അപ്പുറത്ത് റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തെ പറമ്പിൽ പോകലായിരുന്നു ഖളാഉൽ ഹാജത്തിന്. കൊല്ലങ്ങളോളം അങ്ങനെയായിരുന്നു. അതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ബെഡ്റൂമിൽ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രയാസമാണ്, പുറത്തുള്ളത് മാത്രമല്ല. അങ്ങനത്തെ ഒരു കാലത്ത് നമുക്കത് പറയാനേ പറ്റുള്ളൂ. അന്ന് കാലം അങ്ങനെയായിരുന്നു. അത്രത്തോളം കരണ്ടില്ലാതെ ചിമ്മിണി വിളക്കിന്റെ വെട്ടത്തിരുന്ന് പാതിരാ നേരത്ത് കിതാബിന് ശറഹ് എഴുതി ആ മഷിക്കുപ്പിയുടെ മുന്നിലിരുന്ന് സുബഹി വരെ
എഴുതിയ കാലമുണ്ട് ഉസ്താദിന്റെ ജീവിതത്തിൽ. നമ്മൾ മനസ്സിലാക്കണം. സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാ അതറിയുക. മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് തഹജ്ജുദ് പലപ്പോഴും ഇല്ല. നമ്മൾ മനസ്സിലാക്കുക, തഹജ്ജുദ് പലപ്പോഴും ഇല്ല. അങ്ങനത്തെ കാരണം തഹജ്ജുദ് ഉണ്ടാകേണ്ടത് എപ്പോഴാ? രാത്രി ഇശാഇന്റെ ശേഷം. രാത്രി ഉറങ്ങി എഴുന്നേറ്റവർക്കല്ലേ തഹജ്ജുദ്. ഉറങ്ങണില്ലല്ലോ. അപ്പൊ ആ സുന്നത്ത് തന്നെ ഇല്ല. ആ സുന്നത്ത് തന്നെ എടുക്കേണ്ടതില്ല. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഈ ബൈത്ത് മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ വല്ലാതെ മഹബത്ത് വെച്ചവരായിരുന്നു. ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, അവിടുത്തെ മകൾക്ക് ഉപ്പാന്റെ ഉസ്താദിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. ഉപ്പ എപ്പോഴും വന്ന് ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ പറയും. അപ്പൊ മോള് വലിയ ആബിദത്തായ സ്വാലിഹത്തായ ആലിമത്തായ മോളാ. ആ മോൾക്ക് ഉപ്പാന്റെ ഉസ്താദിനെ കാണണം. ഉസ്താദിനെ ഹംബലി ഇമാമിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മടി. ഉസ്താദിന്റെ സമയം പാഴായി പോവല്ലോ. യാദൃച്ഛികമായ ഒരു ദിവസം വിരുന്നിന് വന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ഇമാം ഷാഫിഈ തങ്ങൾ വിരുന്നിന് വന്നു. വന്നത് തന്നെ മുതലാക്കാൻ തീരുമാനിച്ചു. ഉപ്പാന്റെ ഉസ്താദിന്റെ ജീവിതം പകർത്തണം ഈ പെൺകുട്ടി തീരുമാനിച്ചു. കാരണം ഉപ്പ ഉസ്താദിനെ പറ്റി വലിയ മഹത്വങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷാഫിഈ ഇമാം ഉപ്പാന്റെ ഉസ്താദ് വീട്ടിലേക്ക് വരുന്നു. അത് സന്തോഷകരമാക്കണം, പരമാവധി പകർന്നെടുക്കണം, പകർത്തിയെടുക്കണം. അവിടുത്തെ മനോഹരമായ ജീവിതം എനിക്ക് പകർത്താൻ പറ്റിയ സന്ദർഭമാണ്. ആ പെണ്ണ് ഉറങ്ങാതെ ഓരോ സമയവും ഒപ്പിയെടുക്കാനുള്ള കാത്തിരിപ്പാണ്. ഇമാം ഷാഫിഈ തങ്ങൾ വന്നു, തിരിച്ചുപോയി. അന്ന് രാത്രി അവിടെ കിടന്ന് തിരിച്ചുപോയി. തിരിച്ചു പോയതിനു ശേഷം ഉപ്പയോട് മോള് പറയാണ്, ഉപ്പാ, നിങ്ങളെ ഉസ്താദിനെ പറ്റി കുറേ മഹത്വങ്ങൾ എന്നോട് പറഞ്ഞു വന്നു. പക്ഷെ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. എനിക്ക് അങ്ങനെ കണ്ട് പിടിച്ചില്ല. ഉപ്പാക്ക് വല്ലാത്ത സങ്കടായി. വലിയ സന്തോഷത്തില് മോള് ആഹ്ലാദിച്ചു കാത്തിരുന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചത്? അപ്പൊ മോള് പറഞ്ഞു, ഞാൻ കുറെ നോക്കി, പക്ഷെ ഉപ്പാന്റെ ഉസ്താദ് തഹജ്ജുദിന് എണീറ്റ് കണ്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ പുറത്തേക്ക് ഉളു കൊടുക്കാൻ വരണ്ടേ? അത് കണ്ടിട്ടില്ല. ഞാൻ നോക്കിയിരുന്നിരുന്നു, കാണാൻ പറ്റിയില്ല. സുബഹയ്ക്ക് ഉളു കൊടുക്കുന്നതും കാണാൻ പറ്റിയില്ല. ഈ മകള് പറഞ്ഞപ്പോ അഹ്മദ് ഹംബൽ തങ്ങളെ കൽബില് വല്ലാത്തൊരു വിഷമമായി പോയി. ഉസ്താദിനെ പറ്റി മോൾക്ക് എന്തേ സംഭവിച്ചത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. ഇതങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. എല്ലാം അങ്ങനെ അങ്ങോട്ട് ഓപ്പണായി ചോദിക്കാൻ പാടില്ല. ഒരു നല്ല സന്ദർഭം ലഭിച്ചപ്പോ ഈ ചുരുളഴിച്ചു. മകൾക്ക് ഇങ്ങനെ ഒരു സന്ദേഹമുണ്ട്, എവിടെയും തട്ടാതെ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളങ്ങനെ പറഞ്ഞൊപ്പിച്ചപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് അത്ഭുതത്തോടെ കേൾക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ ഞാൻ കിടന്നു വന്ന രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ തഹജ്ജുദ് നിസ്കരിക്കുക. അന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില ഹദീസുകളും എൻ്റെ ചിന്താമണ്ഡലത്തിൽ വലിഞ്ഞു കയറി. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു, ഹല്ല് ചെയ്യുകയായിരുന്നു. ആ ഒരൊറ്റ രാത്രിയിൽ ഞാൻ 200 മുഷ്കിലായ മസ്അലകൾ ഹല്ല് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ടാണ് ഞാൻ സുബഹി നിസ്കരിച്ചത്. എനിക്കുറങ്ങാൻ പറ്റിയിട്ടില്ല. ഇൽമിന്റെ തഫക്കുറിന്റെ ഇജ്തിഹാദിന്റെ ലോകത്തായിരുന്നു ഞാൻ. തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മറുപടി കേട്ടപ്പോ
അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ കരഞ്ഞുപോയി. മകളോട് സങ്കടത്തോടുകൂടെ പോയി പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആലിമീങ്ങളെ ജീവിതത്തെ നമ്മുടെ മാപ്പ് കൊണ്ട് നമ്മൾ അളക്കാൻ പറ്റൂല. വജ്ഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്വഇ. മഹാന്മാരായ ആലിമീങ്ങളുടെ, ആരിഫീങ്ങളുടെ, ഔലിയാഇന്റെ വാക്കുകളെ നമ്മുടെ ചിന്ത കൊണ്ട് അളന്നു നോക്കാൻ പറ്റൂല. നമ്മുടെ കേവലമായ ബുദ്ധി കൊണ്ട് ചികയാൻ പറ്റൂല. നമ്മുടെ ന്യായീകരണ ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ നമ്മൾ വിചാരിക്കാൻ പറ്റൂല. ആലിമീങ്ങളുടെ വാക്ക്, ഔലിയാക്കളുടെ ഖൗലുകൾ, ആരിഫീങ്ങളുടെ വലിയ മാരിഫത്തിന്റെ വാക്കുകൾ, അത് സാധാരണക്കാരായ നമ്മുടെ വാക്കുകളെ കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മുടെ പരിമിതമായ വിജ്ഞാനം കൊണ്ടോ ചികയാൻ പറ്റിയതല്ല. നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് അലി ഉസ്താദ് രാത്രി ഹയാത്താക്കലായിരുന്നു. സുബഹിക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോഴാണ് മഷി ആ പിന്നെ പേന പിടിച്ച കൈ വിശ്രമിക്കുക. അതുവരെ ഇരുന്ന് എഴുതുകയാണ്. കറണ്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, ഫാനില്ല. അന്നും ഉണ്ട് നമ്മളെയൊക്കെ ഉറക്കം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കൊതുക്. അന്നുണ്ട്. താനൂരിലെ കൊതുകിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല. താനൂര് ജീവിച്ചവർക്ക് എല്ലാവരും അറിയാം. താനൂരിലെ കൊതുകിന് പ്രത്യേക ഊർജ്ജമാണ്, കൂടുതൽ ഊർജ്ജമുള്ള കൊതുകാണ്. അപ്പം ആ കൊതുകിൻ്റെ കടി അന്നുണ്ട്. ഫാനില്ല, കറണ്ടില്ല. ചിമ്മിണി വിളക്കിൻ്റെ വെട്ടത്തിരുന്ന് അർദ്ധരാത്രിയിലും ഒറ്റക്കിരുന്ന് പരിശുദ്ധമായ കിതാബുകൾ ശറഹ് എഴുതുന്ന വലിയ ഒരു ആലിം, ലോകം കാണാൻ കൊതിക്കുന്ന ഒരു പണ്ഡിതൻ. അന്നത്തെ സമകാലീനരായ പണ്ഡിതന്മാരൊക്കെ കൊതിയോടെ നോക്കിയ വലിയ ഒരു ആലിം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പുഷ്പത്തിന്റെ മുകളിലുള്ള സുഗന്ധം നുകരാൻ കാതങ്ങൾക്കകലെ നിന്ന് വലിയ വണ്ടുകൾ മൂളിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? കുളത്തിലുള്ള താമര പുഷ്പത്തിന്റെ സുഗന്ധം നുകരാൻ വേണ്ടി വളരെ അകലങ്ങളിൽ നിന്നതാ മൂളിപ്പാഞ്ഞ് വണ്ടുകൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ താമര പുഷ്പത്തിന്റെ അടിയിൽ ചമ്രമിട്ടിരിക്കുന്ന തവളക്കുണ്ടോ ഇതിന്റെ സുഗന്ധമറിയുന്നു. ആ തവളക്ക് ഈ സുഗന്ധമറിയാനുള്ള ശ്വസന ശക്തിയില്ല, ആ ഒരു വീര്യമില്ല, പവറില്ല. മുറ്റത്തെ മുല്ലക്ക് മണല്ല നമ്മൾ പറയൂലേ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് ആ ബെയ്ത്ത്. റസാനത്തിലുള്ള ബെയ്ത്താണ്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തവളകൾക്കില്ല ആമ്പൽപ്പൂവിന്റെ, താമരപ്പൂവിന്റെ സുഗന്ധം നുകരാനുള്ള ആ ഒരു ശക്തിയില്ല, അതിനുള്ള പവറില്ല. പക്ഷേ വണ്ടുകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. കുറേ ദൂരങ്ങളിൽ നിന്ന് വണ്ടുകൾ അത് ശ്വസിക്കുന്നു, അത് മണത്ത് മൂളിപ്പാഞ്ഞ് വരികയാണ്. അതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ. ഈ പരിസരത്തുള്ള നമുക്ക് ആ സുഗന്ധമറിയാൻ അവിടുന്ന് വിട പറയേണ്ടി വന്നു. പക്ഷേ ദൂരങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓടിയെത്തി. ആ ഓടിയെത്തവരിൽ ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, വലിയ മുദരിസുമാരുണ്ട്, മഹല്ലിലെ കാരണവന്മാരുണ്ട്, അഭിഭാഷകരുണ്ട്, ജഡ്ജുമാരുണ്ട്. പലരും ഓടി വന്നു. അല്ലേ? കോടതികളിൽ തീർപ്പാവാത്ത ഇസ്ലാമിക ശരീഅത്തിലെ അനന്തരാവകാശ നിയമത്തിലെ ഫറായിദിലെ പല മസ്അലകളും കുടുക്ക് തീർക്കുന്നത് ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ടായിരുന്നു. അല്ലേ? ഇൽമുകളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ ഏതാന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമുൽ ഫറായിദ്. ഫറായിദിന്റെ ഇൽമ. ഈ ലോകത്ത് ഇൽമുകളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ, ഇല്ലാതാകുന്ന ഇൽമ ഫറായിദിന്റെ ഇൽമ. ഫറായിദിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ നിയമം, ആ ശാസ്ത്രം. അതിൽ വളരെ കഴിവുള്ള, ഏറ്റവും നല്ല ആഴമേറിയ കഴിവുള്ള പണ്ഡിതരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ.
എല്ലാവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ കഴിവ് സഹോദരങ്ങളെ, ഉസ്താദിൻ്റെ ഷറഹ് ചെയ്ത കിതാബുകൾ ഒരു പേജ് നോക്കിയാൽ മതി, മുഴുവൻ കാണണ്ട. പല തീർപ്പാകാത്ത മസ്അലകൾക്കും ഉസ്താദിൻ്റെ മുന്നിൽ അതിന് വിധിയുണ്ടായിരുന്നു, പരിഹാരമുണ്ടായിരുന്നു. ആ ഉസ്താദ് അവറുകൾ ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുകയാണ്, ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ആ ഒരു ആലിമിൻ്റെ മഹത്വം, ഒരു വലിയ എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതകാലത്ത് കുറേ അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളതല്ലല്ലോ, അതല്ലല്ലോ ഒരു വലിയന് അങ്ങനെ ഉണ്ടായേക്കാം, ജീവിതകാലത്തും ഉണ്ടായേക്കാം, വഫാത്തിന് ശേഷവും അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. പക്ഷെ അത്ഭുതങ്ങൾ കാണിച്ചാലേ വലിയാകൂ എന്നില്ല. യഥാർത്ഥത്തിൽ വലിയനെ പറ്റി പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ അഖായിദിൽ പറയുന്നുണ്ട്. ഇന്നും ദർസുകളിൽ അഖീദയുടെ പരമമായ അടിസ്ഥാനപരമായ ആധാരമാണ് ശറഹുൽ അഖായിദ്. അതിൽ പറയുന്നുണ്ട്, അൽ വലിയു, ആരാണ് വലിയ? അൽ ആരിഫു ബില്ലാഹി വബിസിഫാതിഹി, അല്ലാഹുവിനെ കൊണ്ട് അറിയുന്നവനാണ് വലിയ. വബിസിഫാതിഹി, അല്ലാഹുവിന്റെ സിഫത്തുകളും അറിയണം. അല്ലാഹുവിന്റെ വാജിബായ 20 സിഫത്ത്, മുസ്തഹീലായ 20 സിഫത്ത്, ജായിസായ 1 സിഫത്ത്, ഈ 41 സിഫത്തുകൾ അറിയണം. എങ്ങനെ അറിയണം? അതിൻ്റെ ദലീലു സഹിതം അറിയണം. ഇനി മതിയായോ? ഇല്ല. അൽ മുതവാളിബു അല ത്വാഅത്ത് അൽ മുജ്തനിബു അനിൽ മഅസി, അതാണ് യഥാർത്ഥത്തിൽ വലിയ. അൽ മുതവാളിബു അല ത്വാഅത്ത്, ഏത് സമയവും ത്വാഅത്തിന്റെ മേൽ പതിവായ ആളാവണം. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അൽ ആരിഫു ബില്ലാഹി വബിസിഫാതിഹി, ഉസ്താദിന്റെ മാരിഫത്തിന്റെ ലോകം ഞാൻ പറയേണ്ടതില്ല. അത് കൊട്ടും കൊരവയുമുള്ളതല്ലായിരുന്നു. അത് ആവശ്യമുള്ളവർക്ക് മാത്രം നിറകുടം തുളുമ്പൂല എന്ന് പറയുന്നത് പോലെ ഉസ്താദ് അവറുകൾ ആവശ്യത്തിനു മാത്രമേ വിളമ്പലുണ്ടായിരുന്നുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് വിളമ്പൂല. അൽ മുതവാളിബു അല ത്വാഅത്ത്, എല്ലാ സുഹൃതങ്ങളിലും നിരന്തരമായി ഉള്ളവർ. മുതവാളിബ് എന്ന് പറഞ്ഞ പതിവാകുന്നയാള്. അല ത്വാഅത്ത്, ത്വാഅത്തുകളുടെ മേൽ പതിവായി ജീവിക്കുന്നയാൾ. എന്താ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? 5 വഖ്ത് നിസ്കാരം സംഗതിയൊക്കെ ഉണ്ട്. മുത്ലഖൻ ഏറ്റവും വലിയ ഇബാദത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അഅലം അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വമിൻ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറയുന്നു. ആ മിൻഹാജിന്റെ ശറഹായ മഹല്ലിയിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇമാം മഹല്ലി തങ്ങൾ ഈ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അഫ്ളലു ത്വാഅത്ത്? ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? ത്വാഅത്ത് ഏതാണ്? അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, അത് ഇൽമു കൊണ്ട് ചുഗലാകലാണ്, ജോലിയാകലാണ്. ഇൽമു കൊണ്ട് ഇസ്തിഗാല് ചെയ്യുക. ഒന്നുകിൽ ഇൽമു പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക. ലോകത്തെ ഏറ്റവും മഹത്വമേറിയ ഇബാദത്ത് ത്വാഅത്ത് അതാണ്. അത് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഒരു പണ്ഡിതൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതും അല്ലാത്ത ഇൽമില്ലാത്തവൻ 100 നിസ്കരിക്കുന്നതും അതിൻ്റെ പ്യൂരിറ്റി നോക്കുമ്പോൾ, അതിൻ്റെ മാറ്റു നോക്കുമ്പോൾ ഈ ആലിമിൻ്റെ 2-നാണ് പവറും തിളക്കവും. ഈ ആലിമ് 2 നിസ്കരിച്ചാൽ മതി. ഇൽമില്ലാത്തവൻ 100 നിസ്കരിക്കുന്നതിനേക്കാൾ തിളക്കം ഇൽമുള്ളവന്റെ 2 റക്അത്തിനാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാ റജുലിൻ മിൻ ഉമ്മത്തി. എത്ര ഹദീസുകൾ, 100 കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ആലിമിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നത്
ഇൽമുള്ളവന് വലിയ പവറാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ഇൽമു കൊണ്ട് ശുഗലായി, ജോലിയായി. അവിടുത്തെ ആ ഇൽമിന്റെ ഇസ്തിഖാലിന്റെ ഫലമാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. മിൻ അഫ്ളലി ത്വഅത്ത്, ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും അഫ്ളലായ ത്വഅത്താണ് ഇസ്തിഖാലും ബിൽ ഇൽമ്. വമിൻ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. മനുഷ്യന്റെ ജീവിതത്തിലെ കോടികൾ കൊടുത്താലും ലഭിക്കാത്ത ഒരേ ഒരു സാധനം അതെന്താ? ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ, അയാൾക്ക് ലോകത്തെ തന്നെ വിലക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ എത്രയാളെ പണം കൊടുത്താലും കിട്ടാത്തൊരു സാധനമുണ്ട്. എത്ര 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 മില്യൺ കണക്കിന് ഡോളറുകൾ കൊടുത്താലും കിട്ടാത്ത ഒരേ ഒരു സാധനം അത് സമയമാണ്. ഈ സമയത്തിന്റെ മൂല്യവത്തായ സ്വഭാവം മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഒമിൻ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. മനുഷ്യന്റെ സമയങ്ങളെന്ന അമൂല്യമായ നിധി ചെലവഴിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് അത് ഇസ്തിഖാലും ബിൽ ഇൽമാണ്. ഇൽമു കൊണ്ട് ശുഗലാകുക. അത് ഇൽമു പഠിക്കലും പഠിപ്പിക്കലും എല്ലാം ഈ പെട്ടതാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളായ മഹാന്മാരായ സ്വഹാബത്ത് നരച്ച് പറ്റതായ സമയത്തും സുഫത്തിൻ്റെ അഹലുകാരോട് ഒട്ടിച്ചേർന്ന് റസൂലുള്ളാഹിൻ്റെ ആ സുഫത്തിൻ്റെ മജ്‌ലിസിൽ പങ്കെടുത്തത് അല്ലേ? നമുക്കത് കാണാൻ പറ്റും. ഇൽമു പഠിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ ഉസ്താദായ സൈദാലി ഉസ്താദ് കുറേ കാലം ദർസ് നടത്തിയ ഓമച്ചപ്പുഴ താഴത്തെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മലയിൽ ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി മുതഅല്ലിമായിട്ടാണ് മരിച്ചത്. ഒരുപാട് പ്രായം ഉണ്ടായിരുന്നു, കുറേ കാലം ദർസ് നടത്തിയാണ്, ഒരുപാട് ദർസുകൾ ഹയാത്താക്കിയ ആളാണ്. പക്ഷേ അവസാന കാലം കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് മുതഅല്ലിമായി മരിക്കണം, പ്രായം ഏറിയ സമയത്ത് അങ്ങനെ മുതഅല്ലിമായി മരിച്ചു. മുതഅല്ലിമായ നാട്ടിൽ തന്നെ മറവ് ചെയ്യപ്പെട്ടു ഓമച്ചപ്പുഴയിൽ മലയിൽ ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ. മഹാന്മാരൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. നമുക്ക് നരച്ചാൽ എങ്ങനെയപ്പോൾ മുതഅല്ലിമീങ്ങളെ കൂടെ പോയിരിക്കുക, മോശമല്ലേ എന്ന് തോന്നലാണ്. ഈ ചെറിയ കുട്ടികളൊപ്പം ഞാൻ പോയിരിക്കുക, പള്ളിക്കൽ ഉസ്താദിൻ്റെ സെബുക്കിൽ പോയിരിക്കുക. എൻ്റെ പേരക്കുട്ടികൾ കണ്ടാൽ എന്താ കരുതുക, ആൾക്കാരെന്താ പറയുക എന്ന ഒരു ഈഗോയാണ് പലപ്പോഴും നമുക്കൊക്കെ. മുതഅല്ലിമായി ജീവിച്ചു മരിക്കുക എന്നുള്ളത് പവറാണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ അലാ ത്വാലിബിൽ ഇൽമി റിളം ബിമാ യത്ലുബു ഔ കമാ ഖാല റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മലായിക, അല്ലാഹുവിൻ്റെ മലായികത്ത്, ആ മലായികത്ത് സഹോദരങ്ങളെ റഹ്മത്തിൻ്റെ മലായികത്തുണ്ട്, അദാബിൻ്റെ മലായികത്തുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക ലതളഉ അജ്നിഹതഹാ, അവരതാ റഹ്മത്തിൻ്റെ ചിറക് തണൽ വിരിച്ചു കൊടുക്കുകയാണ്. അലാ ത്വലിബിൽ ഇൽമി, ഇൽമു പഠിക്കുന്നയാൾക്ക് വേണ്ടി, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിന് വേണ്ടി, അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ, പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ, മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ, കുബേരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, ഏതു തറവാടിത്തമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, പ്രായഭേദമന്യേ യാതൊരു ഭേദങ്ങളുമില്ലാതെ ഇൽമു പഠിക്കുന്നവനാണോ അവന് വേണ്ടി അവൻ നടക്കുന്നിടത്ത്, കിടക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത് അവൻ്റെ സർവ്വ സന്ദർഭങ്ങളിലും ലതളഉ അജ്നിഹതഹാ, മലായികത്തുർ റഹ്മത്ത് അവരുടെ ചിറകിങ്ങനെ താഴ്ത്തി കൊടുക്കുകയാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കൃപയുടെ തണൽ വിരിച്ചു കൊടുക്കുകയാണ്. റിളം ബിമാ യത്ലുബു, ഇയാൾ തേടുന്ന ഒന്ന് വല്ലാത്തതാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഇഹ്യാഇൻ്റെ നിദാനമാണ്. ഇൽമിനോടുള്ള പ്രിയത്തിൻ്റെ കാരണത്താൽ ഈ ഇൽമു പഠിക്കുന്ന ചെറിയ കുട്ടിയാണെങ്കിലും വലിയ പ്രായമുള്ളവനാണെങ്കിലും അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്ത് സ്നേഹത്തിൻ്റെ തണലി വിരിച്ചു കൊടുക്കുമെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഔലിയാഇന്റെ പട്ടികയിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളെ ചേർക്കാൻ ഇനി വല്ല തടസ്സവുമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ? ജീവിതത്തിൻ്റെ ചെറുപ്പം മുതൽ വഫാത്തിൻ്റെ ദിവസം വരെ ഇൽമെന്ന ചിന്തയിൽ ജീവിച്ചു, ജീവിതത്തെ സുരഭിലമാക്കിയ, സുഗന്ധപൂരിതമാക്കിയ അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ. അല്ലാഹു അവിടുത്തെ മദദ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ അസാധ്യതത്തിനെ പറ്റി പറഞ്ഞാൽ, അവിടുത്തെ തലാമിദത്തിനെ പറ്റി പറഞ്ഞാൽ ഒരിക്കലും തീരൂല. ഒരു നീണ്ട ലോകമാണത്. ബഹുമാനപ്പെട്ട ഉസ്താദ്, അവിടുത്തെ ജീവിതം പറഞ്ഞാലും തീരൂല. ഖാജാ തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന്. റജബ് 6 ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ദിവസമാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്ത്, ഉസ്താദിൻ്റെ ജീവിതമായിരുന്നു. മഹബ്ബത്ത്, സ്വലാത്ത് ചെല്ലുക, അതോടൊപ്പം തന്നെ സുന്നത്തുകളെ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് വെക്കുക. ഉസ്താദ് വല്ലാത്തൊരു സാഹിദായിരുന്നു. ഒക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നതിൽ വല്ലാത്ത താല്പര്യം, അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച ഒരു രീതി നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. അവരെ നമ്മെ അല്ലാഹു ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.